വല്ലാതിരിക്കുന്നുണ്ടല്ലോ. എന്തേ ജെയിംസിന് പറ്റിയത്? രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കണോ, വല്ലാതെ അപ്സെറ്റാ. ജെയിംസ്, ജെയിംസ്, ഇതെന്താ ജെയിംസ് ഞാൻ വിളിച്ചിട്ട് വിളി പോലും കേൾക്കാത്തത്? ജെയിംസ്, ജെയിംസ്. താൻ എന്നെ വിളിച്ചോടോ? എത്ര നേരമായി ജെയിംസ് ഞാൻ വിളിക്കണോ, നീ എന്താ എന്നെ മൈൻഡാക്കാതെ പോയത്? അതൊന്നുമില്ല, ഞാൻ ഓരോ ടെൻഷനില്. എന്ത് ടെൻഷൻ ജെയിംസ്? അത് പിന്നെ അശ്വതി, ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ജോലി ചെയ്യുന്നിടത്ത്. എന്താ ജെയിംസ്, എന്താ പറ്റിയത്? അത് പിന്നെ ഒരു പ്രശ്നമില്ല അശ്വതി. അല്ല, ജോലി ചെയ്യുന്നിടത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് പിന്നെ ഇപ്പോ കുറച്ച് വർക്ക് കൂടുതലാ, അതുകൊണ്ട്. എന്താ ജെയിംസ് ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത്? എന്താ നിനക്ക് പറ്റിയത്? എന്റെ അശ്വതി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജോലി ചെയ്യുന്നിടത്ത് കുറച്ച് വർക്ക് കൂടുതലാ, അപ്പോ എന്നെ കൊണ്ട് അത് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോവാം. അത് തന്നെയാ നല്ലത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ബാംഗ്ലൂർ വിട്ട് പോകണം. ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഒന്ന് കൊടുത്തേക്കാം. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അശ്വതി. ജെയിംസ്, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാ നിനക്ക് വിഷമാവോ? എന്താ? താൻ പറ. അത് പിന്നെ എന്റെ തോന്നലാണോന്ന് എനിക്കറിയില്ല. എന്താടോ? താൻ പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. നമുക്കൊരു കുഞ്ഞുണ്ടായതിനു ശേഷം ജെയിംസ് ഒത്തിരി അപ്സെറ്റ് ആണ്. ഏയ്, അങ്ങനെയൊന്നുമില്ല അശ്വതി, അതൊക്കെ നിനക്ക് വെറുതെ തോന്നാണ്. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചത്, എന്റെ തോന്നലായിരിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അത് വെറും തോന്നലല്ലാന്ന്. അശ്വതി, നീ വേണ്ടാത്ത ഓരോന്ന് ചിന്തിക്കില്ല മുത്തേ. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല. അല്ല ജെയിംസ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? എന്താ? നീ ചോദിക്ക്. നമ്മുടെ മോളെ നിനക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമല്ലാന്ന് ആരാ പറഞ്ഞേ? പക്ഷേ പല സമയങ്ങളിലും നീ അവളെ തീരെ മൈൻഡ് ആക്കാറില്ല. അശ്വതി, എനിക്കതിനങ്ങനെ ഒഴിവ് കിട്ടാറില്ലല്ലോ. അമ്മ പറഞ്ഞത് സത്യ. ഈ ഐഷ മോളെ അച്ഛൻ ശ്രദ്ധിക്കാറേ ഇല്ല. ഐഷുട്ടി മോളെ, അച്ഛന് ഈ ഐഷുട്ടിനെ ഇഷ്ടല്ലേ? മോള് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ ജെയിംസ്. അശ്വതി, നീ എന്തൊക്കെ വിഡിത്താ പറയുന്നത്? എന്റെ മോളെ പിന്നെ എനിക്ക് ഇഷ്ടമില്ലാതിരിക്കോ? പക്ഷേ നിന്റെ ബിഹേവിയർ കാണുമ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിന്റെ മോളായിട്ട് ഇവളെ കണ്ടിട്ടില്ലാന്ന്. അതിന് ഇവളെന്റെ മോളല്ലല്ലോ. ജെയിംസ്, നീ എന്താ ഇപ്പോ പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞൂന്ന്? നീ പറഞ്ഞത് ഞാൻ കേട്ടു, കുഞ്ഞ് കേട്ടില്ല. ഭാഗ്യം. ഞാനൊന്നും പറഞ്ഞില്ല. ഇവൾ ഇരിക്കുന്നത് കൊണ്ടേ ഞാനത് എടുത്ത് പറയുന്നില്ല കേട്ടോ. അശ്വതി, ഞാനൊരു തമാശക്ക്. നിന്റെ ഒരു തമാശ. അശ്വതി, നീ ഇതിങ്ങനെ സീരിയസ് ആക്കല്ലേ. ഇനി നീ എന്നോട് മിണ്ടാനേ വരണ്ട. എനിക്ക് വല്ലാത്ത തലവേദന, ഞാനൊന്ന് പോയി കിടക്കട്ടെ. തലവേദന വരും, നിനക്ക് തലവേദന വരും. വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അശ്വതി, ഞാൻ പോവാണ്. പറഞ്ഞു ജെയിംസിന് ഇപ്പൊ എന്താ പറയണ്ടെന്ന് വരെ അറിയാതായിട്ടുണ്ട്. തമാശ കുറച്ച് കൂടുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാന്. അശ്വതി പറഞ്ഞത് സത്യം തന്നെയാ. എനിക്ക് അവളെ സ്നേഹിക്കാനേ കഴിയുന്നില്ല. മനസ്സിലെന്നും ആ കുട്ടിയുടെ മുഖം നോക്കുമ്പോ ഒരു കുറ്റബോധം മാത്രമേ ഉള്ളൂ. സ്നേഹിക്കാനോ ലാളിക്കാനോ എന്തിന് ഒന്ന് കൊഞ്ചിക്കാൻ പോലും ആ കുട്ടിയുടെ മുഖം നോക്കി എനിക്ക് കഴിയുന്നില്ല. ആയിഷ എന്റെ മോളല്ലല്ലോ. അവളുടെ യഥാർത്ഥ അച്ഛന്റെ തേങ്ങല് ഇന്നും എന്റെ കാതില് മുഴുകിക്കൊണ്ടേയിരിക്കുന്നു. അന്ന് ഞാൻ ചെയ്തത് മഹാവിഡ്ഢിത്തരമായി പോയോ ദൈവമേ. സത്യത്തിൽ അന്ന് എന്നെ അശ്വതിനോട് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് നമ്മുടെ കുഞ്ഞു മരിച്ചു. ഇത് ഞാൻ ചെയ്തത് മഹാപാപം തന്നെയാ, എനിക്ക് ഉറപ്പാ. ഈ സത്യം ഇനി ഒരിക്കലും എനിക്ക് അശ്വതിനോട് പറയാൻ പറ്റാത്ത വിധത്തിലായി. ഇത്ര കാലം ദൈവമേ ഞാൻ നീറി കഴിയും. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമേ കിട്ടുന്നില്ല. ഹലോ, ആരാ? ഹലോ, ഇത് ഞാനാ, ബീരാൻ. താനോ? തന്നെ പറ്റി ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. എന്നെ പറ്റിയോ? എന്നെ പറ്റി എന്താ താൻ ഓർത്തേ? അത് പിന്നെ താൻ ദുബായിലെത്തിയോടോ? ഞാൻ എത്തിയിട്ട് കുറച്ചു നേരായി. എന്തിനാ താൻ വിളിച്ചത്? അത് പിന്നെ എനിക്ക് മനസ്സിലായി. തന്റെ മോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ വിളിച്ചതായിരിക്കും അല്ലേ? അതെ, തന്റെ മോൾ ഓക്കെയാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്നാ ശരി. പാവൊരു മനുഷ്യനാ. ഇയാളെ സ്ഥാനത്ത് അന്ന് ഞാനായിരുന്നെങ്കിലോ ഒരിക്കലും ആ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ലായിരുന്നു. ഇയാള് ചെയ്ത ആ പുണ്യ പ്രവൃത്തി കാരനാണ് എനിക്കിന്നും എന്റെ അശ്വതിയെ തിരിച്ചു കിട്ടിയത്. പക്ഷേ അവൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷേ എനിക്കൊരിക്കലും സന്തോഷമായിട്ട് ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോ ഇയാളെ അവസ്ഥ എന്തായിരിക്കും? എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവും. എത്ര കാല ഈ സത്യം ഞാൻ മനസ്സിൽ വെച്ച് നടക്കുക? ഒന്നെങ്കിൽ അശ്വതിനോട് സത്യം പറയണം. അത് ആലോചിക്കുമ്പോ എനിക്ക് വേണ്ട, അതൊരിക്കലും നടക്കില്ല. ഞാൻ എന്താ ചെയ്യാ? ഇനി അത് തന്നെ ഒരു വഴി.